ഏവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. എന്തുകൊണ്ടാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന ഈ ആശയം യേശു ആവിഷ്കരിക്കുകയും അതിലേക്ക് വ്യക്തികളായും സമൂഹങ്ങളായും മനുഷ്യരെ ആഹ്വാനം ചെയ്യുകയും ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തത് എന്നതാണ് നമ്മുടെ ചിന്താവിഷയം. മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി യേശുവിന് വസ്തുനിഷ്ഠമായ കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെന്ന് സുവിശേഷങ്ങൾ വളരെ പൊതുവായി വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഓരോ വ്യക്തിയുടെയും അവസ്ഥയുടെ സൂക്ഷ്മത യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതനുസരിച്ചാണ് യേശു വ്യക്തികളോട് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നത് യേശുവും വ്യക്തികളുമായുള്ള സംവാദത്തെ അല്പമെങ്കിലും ശ്രദ്ധിക്കുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെളിപ്പെട്ടു വരുന്നതാണ്. അങ്ങനെ ആയിരിക്കെ മനുഷ്യരുടെ അവസ്ഥയിൽ പൊതുവായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് എന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. ഈ പ്രശ്നത്തെപ്പറ്റി അന്നും ഇന്നും വേണ്ടതുപോലെ ധാരണയില്ല എന്നത് നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. എന്താണ് ആ പ്രശ്നം? പ്രശ്നം ഇതാണ്: നാം ഏത് ലോകത്തിലാണ് വസിക്കുന്നത്? വിശാലമായ ലോകത്തിൽ വസിക്കുന്നു, അതിൻ്റെ ഒരു മൂലയിൽ വസിക്കുന്നു. ആ മൂലയിൽ വസിക്കുമ്പോൾ തന്നെ അതിൻ്റേതായ പൂർണ്ണതയിൽ വസിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. ആ അപൂർണമായതിൻ്റെ ഒരു ചെറിയ അംശത്തെ മാത്രം പരിഗണിച്ച് കേന്ദ്രീകരിച്ച് കരുതി നാം ജീവിക്കുന്നു. നാം നമ്മെ തന്നെ തുച്ഛീകരിക്കുന്നു. അത്ഭുതാവഹമായ സാധ്യതകളുടെ ഒരു സമാഹാരമാണ് ഓരോ വ്യക്തിയും എന്നിരിക്കെ ഈ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങളൊന്നുമല്ല, വളരെ അർത്ഥശൂന്യമായ യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ലാത്ത ഒരു ജീവിതമാണല്ലോ ദൈവം എനിക്ക് നൽകിയത് എന്ന് വാഗൊണ്ട് പറഞ്ഞില്ലെങ്കിലും ഉള്ളുകൊണ്ട് ഉച്ചരിച്ച് ആളുകൾ കഴിയുകയാണ്. ഇതിൻ്റെ മൂല കാരണം എന്ത് എന്ന് അന്വേഷിക്കുന്നവർ നന്നേ ചുരുക്കമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിലുള്ള ചിന്തകൾ ഏവരുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുവാൻ കാരണം. നാം നമ്മോട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു വലിയ അപരാധമുണ്ട്. അതൊരു പക്ഷേ അതിൻ്റെ വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മോടുള്ള കരുതൽ കൊണ്ടാണ് നാം അങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആത്യന്തികമായി ഒന്ന് പരിഗണിച്ചാൽ അത് നാം നമ്മോട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന അപരാധമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഉദാഹരണമായിട്ട്, ലോകത്തിലെല്ലാവരും ഇപ്പോൾ വസിക്കുന്ന വീടിനേക്കാൾ കുറച്ചുകൂടെ വലിയൊരു വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസ്, അതിൽ ഈ അടുത്തയിടെ ട്രംപ് പ്രസിഡന്റ് ആയ ശേഷം $200 മില്യൺ ചെലവാക്കി ഒരു പുതിയ ബോൾ റൂം കൂടെ പണിത് ചേർത്തു എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ബോൾ റൂം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചത് $200 മില്യൺ. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് എയർഫോഴ്സ് നമ്പർ 1 എന്ന് പറയുന്ന ബോയിങ് 747 ലോകത്തിലെ വലിയ വിമാനങ്ങളിൽ ഒന്നാണ്. എയർബസ് 380 കഴിഞ്ഞാൽ വലിപ്പം കൂടുതൽ ബോയിങ് 747 ആണെന്നറിയാം. അങ്ങനെ ഒരു വിമാനം പ്രസിഡന്റ് ട്രംപിനുണ്ട്. അത് പോരാഞ്ഞിട്ടാണ്
ഒരു പുതിയ 747 ഖത്തറിൽ നിന്ന് അദ്ദേഹം ദാനമായി സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് അത് അപമാനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഖത്തറിൻ്റെ അമീറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ദാനം കൈനീട്ടി വാങ്ങിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് വാസ്തവത്തിൽ അപമാനമാണ്. എന്നിരിക്കെ അത് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും ആർത്തിയോടും കൂടെ ട്രംപ് സ്വീകരിക്കുമ്പോൾ മനുഷ്യ സ്വഭാവം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ ഇങ്ങനെ ആയിരിക്കെ തന്നെ നമ്മുടെ ഭൗതികമായ ഉപാധികൾ കഴിയുന്നത്രയും വർദ്ധിക്കണം. മലയാളത്തിൽ അങ്ങോട്ട് പാട്ടുണ്ടല്ലോ, 10 കിട്ടിയാൽ 100 ആകണം, 100 കിട്ടിയാൽ 1000 ആകണം, 1000മോ 10,000 ആകണം. ഒന്നു ലഭിക്കുകിൽ 100 100നെ 1000 ആക്കാൻ മോഹം, 1000മോ 10,000 ആകണം. ആശയ്ക്കുലകിൽ അതിരുണ്ടാമോ, ഈശ്വര ചിന്തയൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ. ഇതൊരു പാട്ടുണ്ട്. പാടി നിങ്ങളെ ബോധം കെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ പാടണമെന്ന് ഉദ്ദേശിച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും അഭ്യാസം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഉദ്ദേശമൊന്നും ഇത് ആരംഭിക്കുന്നത്. പക്ഷേ ചിന്തകൾ ആരംഭിക്കുമ്പോൾ അതിന് അനുയോജ്യമായ ചില കാര്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ ഞാൻ അതിനെ എതിർക്കാറില്ല. അതുകൊണ്ട് പാട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്നതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്നോട് പൊറുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അങ്ങനെ ആയിരിക്കെ ഇതിനൊരു മറുപുറമുണ്ട്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ആത്മീയമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയർഹിക്കുന്നത്. ഭൗതികമായ ഉപാധികൾ അനുദിനം വികസിച്ചുകൊണ്ടേയിരിക്കണമെന്ന് താല്പര്യപ്പെടുന്ന മനുഷ്യൻ അതേ സമയം തന്നെ അവൻ്റെ മാനുഷികവും ധാർമ്മികവും ആധ്യാത്മികവും ബൗദ്ധികവുമായ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പരിമിതമായി മാത്രം ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും അവരുടേതായ വളരെ കൊച്ചു ലോകങ്ങൾ സൃഷ്ടിച്ച് അതിനകത്ത് കഴിഞ്ഞുകൂടുകയാണ്. ഷേക്സ്പിയർ തൻ്റെ ഒരു നാടകത്തിൽ മനുഷ്യനെ ഒരു ആമയോട് ഉപമിക്കുന്നുണ്ട്. ആമ അതിൻ്റെ ഭവനം കൊണ്ടാണ് നടക്കുന്നത്. ആമയുടെ ഭവനവും ലോകവും ഒന്നാണ്. അത് അതിൻ്റെ കൂടാണ്, ദ ഷെൽ ഓഫ് ദ ടോർട്ടസ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നുകൊണ്ട് അതിനകത്ത് വലിഞ്ഞു കളി. പിന്നെ ലോകത്തിലൊന്നും എനിക്ക് ബാധകമല്ല. ഇത് മനുഷ്യൻ്റെ ഒരു വികൃതിയാണ്, മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വികൃതിയാണ്. നാം ഓരോരുത്തരും നമുക്ക് സുഖമുള്ളതെന്നും സൗകര്യമുള്ളതെന്നും നമ്മുടെ താല്പര്യങ്ങൾക്ക് താല്പര്യങ്ങളോട് ഇണചേരുന്നതുമായ ചെറിയ ചെറിയ ലോകത്തെ സൃഷ്ടിച്ച്, ആമയുടെ കൂട് പോലെയുള്ള ലോകം സൃഷ്ടിച്ച് നമ്മൾ അതിനകത്ത് വസിക്കുകയും വല്ലപ്പോഴുമൊക്കെ തല വെളിയിലിട്ട് ബാക്കിയുള്ള സമയത്ത് തല അകത്തോട്ട് വലിച്ച് കൂട് മാത്രമാണ് ലോകം എന്ന് വിശ്വസിച്ച് കഴിയുന്നവരാണ്. നമുക്കറിയാം, ഈ ചിത്രശലഭം, ബട്ടർഫ്ലൈ, അതിൻ്റെ ലൈഫ് സൈക്കിളിൽ 4 ഭാഗമുണ്ട്. അത് കാറ്റർപില്ലർ ആകുമ്പോൾ ഒരു ഇലയിലിരുന്ന് അത് ആഹാരം ഭക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇലയിലിരുന്ന് ആഹാരം ഭക്ഷിക്കുന്ന കാറ്റർപില്ലറിനോട് ചോദിച്ചാൽ പറയും, എൻ്റെ ലോകം ഈ ഇല മാത്രമാണ്. എൻ്റെ ലോകം എന്താണ്? ഈ ഒരൊറ്റ ഇല മാത്രമാണ് എൻ്റെ ജീവിതം. മനുഷ്യൻ്റെ അവസ്ഥ അത് തന്നെയാണ്. അവൻ്റെ ഇലയ്ക്ക് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരിക്കും. ഇപ്പോൾ മാർത്തോമക്കാരൻ്റെ ഇലയുടെ വലിപ്പം മാർത്തോമ സഭ മാത്രമാണ്. സേസൈക്കാരൻ്റേത് അതാണ്. മാർത്തോമക്കാരൻ്റെ ഇലയുടെ വലിപ്പം മാർത്തോമ സഭ മുഴുവനുമില്ല. അവൻ ചേരുന്ന പള്ളിയുടെ വലിപ്പം എന്താണ്? അതുമില്ല. ആ പള്ളിക്കകത്തുള്ള രാഷ്ട്രീയത്തിൽ എപ്പോഴും 2 കൂട്ടർ കാണും. അത് ഏത് കൂട്ടത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്, അതുപോലെ തന്നെ അച്ഛനോട് എത്ര അടുപ്പമുണ്ട്,
ആ, കൈക്കാരനോട് എന്തോ അടുപ്പമുണ്ട്. ഒരു കമ്മിറ്റി അംഗം ആയാൽ കൊള്ളാമായിരുന്നു, പക്ഷേ അതിനുള്ള യോഗ്യതയില്ല, എത്ര പണിതിട്ടും ഇവിടെ എത്തുന്നില്ല. ഏതെങ്കിലും ഒരു കൈക്കാരൻ്റെ കൂട്ടുകാരനെങ്കിലും ആയാൽ കൊള്ളാം. അങ്ങനെ പറ്റി നിൽക്കുന്ന ആളുകൾ പിന്നെ ബാക്കി കാര്യങ്ങൾ പറയണ്ടായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥയെന്ന് നാം തിരിച്ചറിയുന്നില്ല. കാരണം നാം ചെറുപ്പം മുതലേ ഇങ്ങനെ ആയതുകൊണ്ട്, ഇതാണ് നമ്മുടെ താരിപ്പായതുകൊണ്ട്, ഇതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ വിചാരിച്ച് വന്നിരിക്കുകയാണ്. ഒരു പെന്തക്കോസ്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ പോകുന്ന പെയ്ത്തോ അതവൻ്റെ ഇലയാണ്, ആ ഇല മാത്രമാണ് ലോകം, വേറെ ഒന്നുമില്ല എന്നാണ് മനുഷ്യൻ ധരിച്ച് കഴിയുന്നത്. ഓരോ അത് മതപരമായി, രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇന്ന പാർട്ടി, ഇന്ന പാർട്ടിയിൽ ഇന്ന വ്യക്തി, സാംസ്കാരികമായി നോക്കുമ്പോൾ ഇന്ന കാര്യം, അത് മാത്രം. അങ്ങനെ നാം ഓരോ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോധതലങ്ങളെയും താല്പര്യങ്ങളെയും ചുമതലകളെയും ചുരുക്കി 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 വളരെ ശുഷ്കിച്ച് ശോഷിച്ചൊരു ജീവിതമാണ് നാം നയിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. നല്ല ശമരിക്കാരൻ്റെ ഉപമയിൽ ഒരു പുരോഹിതനെ യേശു ചിത്രീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അവിടെ മുറിവേറ്റ് കിടന്നു, അവന് സഹായം ആവശ്യമുണ്ട്. പക്ഷെ അതിലെ വന്ന പുരോഹിതനും ലേവിനും മുഖം തിരിച്ച് നടന്നുപോയി. കാരണം എന്താണ്? അവൻ വസിക്കുന്ന, അവൻ സൃഷ്ടിച്ച് അവൻ്റേതെന്ന് വെച്ച് അവൻ വസിക്കുന്ന ആ ലോകത്തിൽ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിന് ഇടമില്ല. ഇതാണ് അതിനകത്തെ പ്രശ്നം. അല്ലാതെ ആ പുരോഹിതന് മുറിവേറ്റ് കിടന്ന മനുഷ്യനോട് എന്തെങ്കിലും കുലശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല. അവൻ്റെ ലോകം ചെറുതാണ്. അതിനകത്ത് അവനും അവൻ്റേതായ ചില ക്രിയകൾക്കും മാത്രമേ ഇടമുള്ളൂ, മറ്റൊന്നിനും ഇടമില്ല എന്നത് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഇത് യേശുവിൻ്റെ ശ്രദ്ധയിൽ നന്നേ പെട്ടിരുന്നു എന്നതിന് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയും. നാം വ്യക്തമായി ധരിക്കേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രം ചില ഉദാഹരണം ഞാൻ പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷപാത രോഗിയെ യേശു സൗഖ്യമാക്കുന്ന വിധം നോക്കിയാൽ അവൻ്റെ അവസ്ഥ എന്തെന്ന് യേശു വളരെ കൃത്യമായി സ്പഷ്ടമായി തിരിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്. നീ നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ട ആവശ്യം? അവൻ പക്ഷപാത രോഗിയായി പോയത് അവന് വേണ്ടി നിർമ്മിച്ച് അവന് വേണ്ടി തിരഞ്ഞെടുത്ത സങ്കുചിതമായ ലോകത്തിൽ അവൻ വസിച്ച് ആ ലോകത്തിൽ യാതൊരു കടമയുമില്ലാതെ, ഒരു ചുമതലയും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലാതെ അവന് വേണ്ടി മാത്രം ജീവിച്ച അവസാനം അവൻ പക്ഷപാത രോഗിയായി പോയതാണ്. നമുക്കറിയാം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഏത് തരത്തിലുള്ള ജീവിത ശൈലിയാണ് അവലംബിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ അനാരോഗ്യം നിശ്ചയിക്കപ്പെടും. അപ്പോൾ യാതൊരു അധ്വാനവും ചെയ്യാതെ കൗച്ച് പൊട്ടറ്റോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഒരൊറ്റ ഇരിപ്പാണ്, രാവിലെ തൊട്ട് രാത്രി വരെ. രാത്രിയായാൽ കട്ടിലേറൊരു കിടപ്പാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ആരോഗ്യം നശിക്കും, രോഗം ആരംഭിക്കും. സാധു സുന്ദർ സിംഗിനെ പറ്റി ഒരു കഥ പറയുന്നത്, അദ്ദേഹം ഹിമാലയത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നടന്ന കാലഘട്ടത്തിൽ ഒരു വ്യക്തി അവിടെ വല്ലാതെ അവശനായി കിടന്നു. അപ്പോൾ ആ വ്യക്തിയെ ഇദ്ദേഹം ചുമന്നുകൊണ്ട് അദ്ദേഹത്തിന് എത്തേണ്ടിടത്തുകൊണ്ട് എത്തിക്കാനായി ശ്രമിച്ചപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ഒരു ഹിന്ദു സ്വാമി പറഞ്ഞു, ഇത് അവൻ്റെ വിധിയാണ്, അവൻ്റെ ഫെയ്റ്റാണ്, അതുകൊണ്ട് അവനെ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല, അവനെ സഹായിച്ചാൽ നീ ചത്തുപോകും. കാരണം ഈ വലിയ മലയുടെ മുകളിലൊക്കെ ഭാരം എടുത്തുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ ശ്വാസം പോലും എടുക്കാൻ പ്രയാസമാണ്. ഇവനെ ചുവന്നുകൊണ്ട് ആ സ്ഥാനം അവിടെ എത്തിക്കേണ്ടത് എത്തിച്ച് പിന്നെ നിനക്ക് ജീവൻ ഉണ്ടാകുകയില്ല, നീയും ചത്തുപോകും അവനും ചത്തുപോകും. അതിലും നല്ലത് നീ നടന്നതിൻ്റെ വഴിക്ക് പോകും. പക്ഷെ അത് കൂട്ടാക്കാതെ സാധു സുന്ദർ സിംഗ് ഈ അവശനായ മനുഷ്യനെ ചുമന്നുകൊണ്ട് അവന് എത്തേണ്ടിടത്ത് കൊണ്ട് എത്തിച്ചു. അതിനുശേഷം ഏതാനും ദിവസങ്ങൾ തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഈ സാധു സുന്ദർ സിംഗിനെ ഉപദേശിച്ച സന്യാസി മരിച്ചു കിടക്കുന്നതായിട്ടാണ്, മരം കോച്ചുന്ന തണുപ്പത്ത്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സാധു സുന്ദർ സിംഗ് ഈ മനുഷ്യനെ ചുമന്നത് കൊണ്ട്
അവൻ്റെ ശരീരം ചൂടായിരുന്നു, അവൻ എത്തേണ്ടിടത്തെത്തി. മറ്റേ മനുഷ്യനോ, അവൻ ഈ കൊടും തണുപ്പിനോട് മത്സരിച്ച് മത്സരത്തിൽ പരാജയപ്പെട്ട് അവിടെ വീണ് മരിച്ചു പോയതാണ്. അവനും ശരീരം കൊണ്ടൊന്ന് അധ്വാനിച്ച് ശരീരം ഒന്ന് ചൂടാക്കി വെക്കത്തക്കവണ്ണം ഒന്ന് അധ്വാനിച്ചിരുന്നുവെങ്കിൽ അവനും രക്ഷപ്പെട്ടേനെ എന്നൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെ സംഭവിച്ചതാണോ ഐഹികമാണോ എനിക്കറിയില്ല. ഒരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനകത്ത് അർത്ഥമുണ്ട്, അതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. നമ്മുടെ വീടുകളിൽ എന്തുകൊണ്ടാണ് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ആരോഗ്യം കൂടുതൽ? അവരുടെ ജീവിതത്തിൽ, അവരുടെ ജീവിത ദർശനത്തിൽ ഭവനത്തിലുള്ള എല്ലാവർക്കും ഇടമുണ്ട്. പുരുഷന്മാരുടെ കാഴ്ചപ്പാടിൽ മറ്റുള്ളവർക്ക് വളരെ മങ്ങിയ ഒരു അസ്തിത്വവും അവർക്ക് മാത്രം വലിയ സ്ഥാനവുമാണ്. എല്ലാവരും അവരെ കരുതണം, അവർക്ക് സേവനം ചെയ്യണം എന്ന ഒരു ധാരണയാണ്. ഇതുകൊണ്ടാണ് ഇതിനെ നേരെ തല തിരിച്ചു വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലേക്ക് കൊടുക്കാൻ വന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യൻ്റെ അവസ്ഥയിൽ സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു ദാരിദ്ര്യം, അവൻ വസിക്കുന്ന ലോകം നന്നേ ചുരുങ്ങി 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 അപ്പൊ അവന് മാത്രം ഒറ്റക്കാലിൽ കുന്തുളിച്ച് നിൽക്കാനുള്ള ഇടം മാത്രമേ ഉള്ളൂ. ഇത് വാസ്തവത്തിൽ മനുഷ്യരോട് കാണിക്കുന്ന കൊടും അപരാധമാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല. ഈ അവസ്ഥയിൽ മനുഷ്യന് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ അതിമനോഹരമായ അത്ഭുതമായ സാധ്യതകൾ എന്തെന്ന് തിരിച്ചറിയാൻ പോലും സാധ്യമല്ല. അതിലേക്ക് പ്രവേശിക്കുന്നത് പോകട്ടെ. അങ്ങനെ മനുഷ്യർ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം സത്യസന്ധമായി നാം ഒന്ന് പരിശോധിക്കുമെങ്കിൽ നമ്മുടെ ലോകം എത്ര സങ്കുചിതമാണ്. മറ്റാർക്കും എൻ്റെ ജീവിതത്തിൽ കാലുകുത്തുവാൻ ഇടമുണ്ടാകരുത്, ഞാനത് സമ്മതിക്കുകയില്ല. അങ്ങനെയാണ് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയവും വെറുപ്പിൻ്റെ വർഗീയതയും ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ വീണ്ടും നമ്മുടെ മെത്രാന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇസ്ലാമോഫോബിയ കൊണ്ട് യേശുവിൻ്റെ പേരിൽ വെറുപ്പിൻ്റെ വിഷം തുപ്പുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കുന്ന ആളുകൾ, അവരുടെ ലോകം, അവരേത് ലോകത്തിലാണ് വസിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ക്രിസ്ത്യാനിയുടെ ലോകം വളരെയധികം ശുഷ്കിച്ചു പോയിരിക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ട കാലം വളരെ വൈകിയിരിക്കുന്നു. ഞാൻ ഈ അവതരിപ്പിക്കുന്ന ആശയത്തിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ സീരിയസ്നെസ് എത്ര വലുതാണ് എന്ന് വേണ്ടതുപോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന സങ്കടം എൻ്റെ മനസ്സിൽ നന്നായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചറിയുക. ഈ അവസ്ഥയിൽ മനുഷ്യൻ തുടരുന്നിടത്തോളം കാലം അവന് പന്തികേടാണ്, തട്ടുകേടാണ്. ഒരു നന്മയും പ്രാപിപ്പാൻ അവന് സാധ്യമല്ല. അവൻ്റെ ജീവിതം അർത്ഥശൂന്യമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ വലിയ ഫലമുണ്ടാകും. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൽ വസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ പ്രപഞ്ചത്തെ പോലെ വലുതാണ് യേശുവിൻ്റെ വ്യക്തിത്വം. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ചെറിയ ചെറിയ പാമ്പ് അതിൻ്റെ മാളത്തിൽ വസിക്കുന്നത് പോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ മാളത്തിലാണ്, മണിമാളികയിലൊന്നും അല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ മാളത്തിൽ വസിക്കുന്നവരാണ്. ആ ചെറിയ ഇടങ്ങളിൽ നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ബോധതലങ്ങൾ, നിങ്ങളുടെ സാധ്യതകൾ, നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള താലന്തുകൾ ഇതെങ്ങനെയാണ് വികസിക്കുന്നത്? വികസിക്കേണ്ട ആവശ്യമില്ല. വികസിക്കുന്നത് അപകടമാണ് എന്ന പ്രതീതി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒളിച്ചിരിക്കുന്ന മാളത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് ഈ വിശാലമായ ലോകത്തെയും അതിൻ്റെ അത്ഭുത സാധ്യതകളെയും ഒന്ന് തിരിച്ചറിയത്തക്കവണ്ണം ഒരു പുതിയ അവസ്ഥയിലേക്ക് മനുഷ്യനെ സ്ഥാപിച്ചാൽ മാത്രമേ അവൻ ആവശ്യമുള്ളതും അർഹിക്കുന്നതുമായ വിടുതൽ പ്രാപിപ്പാൻ അവന് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ബദ്ധിതരെ വിടുവിക്കാൻ വന്നു. നാം ഈ നമ്മുടേതായ നാം സൃഷ്ടിച്ചു വെച്ച ഈ ഇടുങ്ങിയ ലോകത്തിൽ വസിക്കുമ്പോൾ നാം ബദ്ധിതരാണ്, നാം തടങ്കൽ പുള്ളികളാണ്. നമുക്ക് സ്വാതന്ത്ര്യമല്ല. ആരും നമ്മുടെ സ്വാതന്ത്ര്യം ഹനിച്ചിട്ടല്ല. നാം നമ്മുടെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും സാധ്യതകളുടെയും ശത്രുവായി അതിൽ അഭിമാനം കൊണ്ട് കഴിയുന്നത് കൊണ്ടാണ്. ഇപ്പോൾ തന്നെ ഈ യൂട്യൂബ് അനുഭവത്തിൽ കൂടെ എനിക്ക് പറയാവുന്ന കാര്യം,
അറിയുന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ചവിട്ടുകയല്ലാതെ പുതിയ അറിവുകളിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യം അല്പമില്ലാത്ത ചില ആളുകൾ മറ്റെല്ലാ യൂട്യൂബുകളെയും താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ പുതിയ ചിന്തകൾ സ്വീകരിപ്പാൻ താല്പര്യമുള്ളവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് എന്നത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, പുതിയ ആശയങ്ങളെയും പുതിയ അറിവുകളെയും തൻ്റെ ശത്രുക്കളാണ് എന്ന് വിചാരിച്ച് പ്രതികരിക്കുന്ന ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവരേത് ലോകത്തിലാണ്, അവരുടെ അവസ്ഥ എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്രകാരം ചിന്തിക്കുവാൻ എനിക്കിടയാകുന്നത് എന്ന് കൂടെ ഞാൻ സൂചിപ്പിക്കും. അപ്പോൾ യേശു നോക്കുമ്പോൾ മനുഷ്യന്റെ വിടുതൽ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവൻ്റെ വളരെ സങ്കുചിതമായ കാഴ്ചപ്പാടിൽ പരിമിതമായ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തി അവന് വസിക്കാനായി അവൻ സൃഷ്ടിക്കുന്ന ലോകം, അതിൽ അവൻ കുടുങ്ങിക്കിടക്കുന്നിടത്തോളം കാലം, കാണാതെ പോയാൽ എങ്ങനെയാണ് മുൾപ്പടപ്പിൽ കുടുങ്ങിക്കിടക്കുന്നത്, അതുപോലെയാണ് മനുഷ്യർ ഈ അവൻ സൃഷ്ടിക്കുന്ന മുൾപ്പടപ്പിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആ അവസ്ഥയിൽ അവന് ഒരു വിധത്തിലുള്ള അനുഗ്രഹവും പ്രാപിപ്പാൻ ഇടയാകയില്ല. എന്നാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വിശാലമായൊരു ലോകത്തിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ച് വളരുവാൻ അവൻ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടും. അല്ലാത്തത്തോളം ബോധ്യപ്പെടുകയല്ല. എൻ്റെ ഒരു അനുഭവം പറയുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകും. ഞാൻ BA വരെ കേരളത്തിൽ പഠിച്ചിട്ടാണ് MAക്ക് വേണ്ടി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ കൂടെ ചേരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അല്പം ഒരു അതിശയോക്തി പറയുന്നതല്ല. അന്നത്തെ അവസ്ഥ വെച്ച് പറയുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരവും അന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ നിലവാരവും തമ്മിൽ ആനയും ആടും പോലെയുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ ഞാനൊരു മിടുക്കനാണെന്നും എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാമെന്നും കുറച്ചൊക്കെ മുറി ഇംഗ്ലീഷ് പറയാനുള്ള കഴിവൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ ധരിച്ചിരുന്നു. പക്ഷേ ഞാൻ ഡൽഹി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഇംഗ്ലീഷ് പൊട്ട ഇംഗ്ലീഷാണ്, എൻ്റെ അറിവ് വളരെ പരിമിതമാണ്. അതുകൊണ്ട് എനിക്ക് വളരെ വളരെ അധ്വാനം ചെയ്യേണ്ടി വന്നു. ഞാൻ ഏറ്റവും അധികം വളർന്ന കാലഘട്ടം ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റായ 2 വർഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സമയത്താണ്. ഞാനൊരു ദിവസം കുറഞ്ഞത് 16 മണിക്കൂറെങ്കിലും വായിക്കുമായിരുന്നു, പഠിക്കുമായിരുന്നു. കാരണം എന്താണ്? ഞാൻ കുറച്ചുകൂടെ വിശാലമായ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിലവാരത്തിനനുസരിച്ച് എനിക്ക് വളർന്നേ മതിയാകുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും എന്ന് വ്യക്തമായി ധരിച്ചതിൻ്റെ ഫലമായി ഒന്നുകിൽ അവിടെ വിട്ട് ഓടി ഒളിക്കണം, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം, ഈ ഭാരം എനിക്ക് എടുക്കാൻ വയ്യായേ എന്നും പറഞ്ഞ് ഓടണം, അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന പുതിയ സാഹചര്യങ്ങളുടെ വലിപ്പമനുസരിച്ച് എൻ്റെ ബോധതലങ്ങൾ, എൻ്റെ ബുദ്ധി, എൻ്റെ അറിവ്, എൻ്റെ ജ്ഞാനം, ഭാഷാപരിജ്ഞാനം ഇവ വളർത്തിയെടുക്കണമെന്ന് എനിക്ക് ബോധ്യം വന്നത് ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടതിന് ശേഷമാണ്. ഇത് ക്രിസ്ത്യാനി മനസ്സിലാക്കണം. നാം ജനിച്ചപ്പോൾ മുതലേ ഒരേ ഒരു പള്ളിയുടെ അംഗമായി കഴിയുന്നു. അന്ന് കേട്ടത് 50 വർഷങ്ങൾക്ക് കേട്ടത് മാത്രം ഇപ്പോഴും നമ്മൾ കേൾക്കുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പ് അടിച്ച ബാറയ്ക്ക് മുറൽ നാം ഇപ്പോഴും അടിക്കുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പ് വരച്ച കുരിശ് നാം ഇപ്പോഴും വരയ്ക്കുന്നു. 50 വർഷം മുമ്പ് നാം മോച്ഛാനിച്ച് നിന്ന പോലെ മെത്രാന്റെ മുമ്പിൽ നാം ഇപ്പോഴും മോച്ഛാനിച്ച് നിൽക്കുന്നു. നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ അറിഞ്ഞ, അവർ കേട്ട കഥകളും തമാശകളും ഇന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ലോകം എത്രയോ പുരോഗമിച്ചു. പുതിയ പുതിയ ആശയങ്ങൾ വന്നു, അറിവുകൾ വന്നു, ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു. പക്ഷേ പണ്ടൊരു അച്ഛന് അത് ആകെപ്പാടെ ഒറ്റ പ്രസംഗം പുള്ളിക്കറിയത്തുള്ളൂ. 2 കാശിന് 5 കുരുവികളെ വിൽക്കുന്നില്ലയോ? 2 കാശിന് 5 കുരുവികളെ വിൽക്കുന്നില്ലയോ? അപ്പോൾ അത് യേശു പറഞ്ഞതാണ്. അപ്പോൾ അത് വെച്ച് അച്ഛൻ അങ്ങ് എല്ലാ ആഴ്ചയും ഇതിട്ട് അങ്ങ് കീച്ചു കാണും. ഇത് കുറേ നാൾ കേട്ടിരുന്ന ഒരുത്തൻ അച്ഛൻ അടുത്ത ആ സൺഡേയിൽ പ്രസംഗിച്ചപ്പോൾ കൈ പൊക്കി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താടാ
ജോജോ പറഞ്ഞു, അച്ചോ, ലോകത്തിലുള്ള എല്ലാറ്റിൻ്റെയും വില കൂടി, അച്ഛൻ്റെ കുരുവിക്ക് എന്താ വില കൂടാത്തത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്ന ഒരു കഥയുണ്ട്. അങ്ങനെ നടന്നു കാണാം, നടന്നില്ലായിരിക്കാം. ഏതായാലും അതിലൊരു തത്വമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സമയം ഉച്ചരിക്കുന്നു മാത്രമാണ്. ഇത് നാം വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, എനിക്ക് ഏറ്റവും അധികം പ്രചോദനം നൽകുന്ന കാര്യം, മനുഷ്യൻ വളരണം, മനുഷ്യൻ വളരണം, മനുഷ്യൻ വളരണം എന്ന അതീവമായ താല്പര്യമാണ്. അതുകൊണ്ടാണ് അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്ക് അവനെ യേശു വിളിച്ചാക്കുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുണ്ട്. അത് നമുക്കറിയാം. ശിമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും മീൻ പിടിച്ച് നടന്നു. അവരുടെ ലോകം അതാണ്. എന്നാൽ വേറൊരു ലോകമുണ്ട് എന്ന് യേശു അവരോട് പറയുകയാണ്. നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ ഞാൻ നിങ്ങളെ മീൻ പിടിക്കുന്നവരല്ല, മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഒരു പുതിയ സാധ്യതയുണ്ട്, ഒരു പുതിയ ലോകമുണ്ട്, ഒരു പുതിയ ആകാശമുണ്ട്, ഒരു പുതിയ ഭൂമിയുണ്ട്. ഇതാണ് സുവിശേഷം. നാം എന്ത് ചെയ്തു? ഈ സുവിശേഷത്തെ ജാമ്പവന്മാരുടെ കാലത്തെ അന്നും പഴകിയ സാധനമായിരുന്നു, അത് അതുപോലെ ഇട്ട് റീസൈക്കിൾ ചെയ്യുന്ന, അതാണ് ഭക്തി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന അവസ്ഥയുടെ നിലനിൽപ്പിൻ്റെ ഉപാധിയാക്കി, സാമഗ്രിയാക്കി മാറ്റി അതിൽ നാം അള്ളിപ്പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. നാം യഥാർത്ഥത്തിൽ ആത്മീകമായ കണ്ണുകൊണ്ട് നോക്കിയാൽ നാം പക്ഷപാത രോഗികളാണ്. ഈ ഒരു അവസ്ഥയും അതിൻ്റെ ദാരിദ്ര്യവും തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കണം. എന്നാൽ നാം ഇങ്ങനെ ദാരിദ്ര്യത്തിലായാൽ മാത്രമേ, അതുകൊണ്ട് ഈ പുരോഹിത വർഗത്തിന് ഗുണമുള്ളൂ. കാരണം അവരെ മാത്രമേ ചൊൽപ്പടിയിൽ നിർത്താനും കറവ പശുക്കളെ പോലെ ഉപയോഗിക്കാനും സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യന് മാറ്റം, മോചനം ലഭിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നാം എല്ലാവരും നാം ഉണ്ടാക്കുന്ന വളരെ ചെറിയ, ഇടുങ്ങിയ, സങ്കുചിതമായ ലോകത്തിൽ വസിക്കുന്നു. ഈ ലോകത്തിൽ 8.1 ബില്യൺ ആളുകളുണ്ടെങ്കിൽ 8.1 ബില്യൺ ലോകങ്ങളുമുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ ലോകത്തിലാണ് വസിക്കുന്നത്. ആ ഇടുങ്ങിയ ലോകം, അതിൽ നിന്ന് മോചനം പ്രാപിക്കാതെ, അതിന് വെളിയിൽ വരാതെ നമുക്ക് ഒരു വിധത്തിലുള്ള നന്മയും പുരോഗതിയും ആത്മാഭിമാനവും നേട്ടവും ഉണ്ടാകുവാൻ സാധ്യമല്ല. ഇത് പ്രത്യേകമായി മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നാം ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രവൃത്തി. യേശു പറഞ്ഞല്ലോ, നിങ്ങളും പോയി അങ്ങനെ തന്നെ ചെയ്യുക. നാം ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുക. ചെയ്യുക, പ്രവൃത്തി. ഇപ്പം ഞാൻ മൂക്കൊന്ന് ചൊറിഞ്ഞു, അതൊരു പ്രവൃത്തിയല്ല. ഇംഗ്ലീഷിൽ ആക്ഷൻ എന്ന് പറയും. ആക്ട്, ഡു, ഡീഡ്. അപ്പം ഞാൻ മൂക്കൊന്ന് ചൊറിഞ്ഞു, അല്ലെങ്കിൽ തലയൊന്ന് ചീകി, അല്ലെങ്കിൽ എൻ്റെ കോളറൊന്ന് നേരെ വെച്ചു, അല്ലെങ്കിൽ പല്ല് തേച്ചു, അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിച്ചു. ഇതൊന്നും ഡീഡല്ല, പ്രവൃത്തിയല്ല. ഈ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, അതിൻ്റെ അർത്ഥം വെച്ചാണ് സംസാരിക്കുന്നത്. സിഗ്നിഫിക്കൻ്റ് ആക്ഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അർത്ഥവത്തായ, മറ്റുള്ളവർക്ക് അതിൻ്റെ നന്മ അനുഭവവേദ്യമാക്കി തീർക്കത്തക്കവണ്ണം നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? യേശുവിൻ്റെ പ്രവൃത്തികൾ മുഴുവനും അങ്ങനെയാണല്ലോ, ആയിരുന്നല്ലോ. യേശു ജീവിതം മുഴുവനും ഒരു മൂലയ്ക്കിരുന്ന് മൂക്ക് ചൊറിഞ്ഞുകൊണ്ടിരുന്നു, അല്ലെ തല ജയിക്കൊണ്ടിരുന്നു, അല്ലല്ലോ. അവൻ ഓടി നടന്ന് നന്മ ചെയ്തു. അങ്ങനെയാണ് അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന യാഥാർത്ഥ്യം അനുഭവവേദ്യമായിത്തീരുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണമെന്ന് യേശു പറയുമ്പോൾ എൻ്റെ അർത്ഥം, നിങ്ങളുടെ ജീവിതം ഏതെല്ലാം പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കും. നിങ്ങൾ ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ദൈവം നിങ്ങളെപ്പറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ചിന്തിക്കാത്തതിൻ്റെ കാര്യം, ദൈവത്തിന് കൊടുക്കേണ്ടത് പണം മാത്രമാണ് നമ്മെ പഠിപ്പിച്ചു വെച്ചു. ഏറ്റവും അപകടമേറിയ, അസത്യം കുമിഞ്ഞുകൂടിയ ഉപദേശമാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് പണമാണ് എന്നത്. നിന്റെ പണം കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനവുമില്ല. നിന്റെ പണം ദൈവത്തിന് ആവശ്യമില്ല.
ദൈവത്തിൻ്റെ ചിട്ടിക്കാരനായി നീ നിൽക്കേണ്ട കാര്യവുമില്ല. ദൈവം നിന്നിൽ നിന്ന് താല്പര്യപ്പെടുന്നത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അതാണ് സിഗ്നിഫിക്കൻ്റ് ആക്ഷൻ എന്ന് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തെ അവലോകനം ചെയ്യുമ്പോൾ ഇന്ന് എൻ്റെ വാർദ്ധക്യ ജീവിതത്തിൽ എൻ്റെ സമ്പത്തെന്ന് എനിക്ക് അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സിഗ്നിഫിക്കൻ്റായി അർത്ഥവത്തായി ഒരു ഇമ്പാക്റ്റുള്ള ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും. അതിനു പകരം വെറും പാഴും ശൂന്യവുമായ വിധത്തിൽ ജീവിക്കുകയും യാതൊരു ഉൾക്കാമ്പുമില്ലാത്ത അവസ്ഥയിൽ അല്പത്തരത്തിൻ്റെ നിഗളം കൊണ്ട് നടക്കുകയും യാതൊരു വിധത്തിലുള്ള നന്മയും അബദ്ധത്തിൽ പോലും എന്നിൽ കൂടെ മറ്റൊരാൾ പ്രാപിക്കരുത്, പ്രത്യേകിച്ച് എൻ്റെ സഭയിൽ പെട്ട് നിൽക്കാത്ത ഒരു വ്യക്തിക്ക് ഒരു അനുഗ്രഹവും വരരുത് എന്ന് മാത്രം ധരിച്ച് കഴിയുന്ന അവസ്ഥയിലാണ് നാം. നമ്മുടെ അവസ്ഥയുടെ പാപ്പരത്വം ഭീകരമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സുറിയാനി ക്രിസ്ത്യാനി വളരെ വളരെ അധപ്പതിച്ചു പോയി. അല്പത്തരത്തിൻ്റെ ആൾരൂപമായി നാം മാറി. നാം വസിക്കുന്ന ലോകം, നാം നമുക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ലോകം വളരെ വളരെ ഇടുങ്ങിയതാണ്, ചെറുതാണ്. അതിൽ ഒന്നിനും സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ യേശുവാണ് നമ്മുടെ മാതൃകയെന്ന് പറയുകയും യേശു നമുക്ക് കാട്ടിത്തന്ന മാതൃകയ്ക്ക് തുലവും വിപരീതമായി നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിലെ അരിഷ്ടതയും വിരോധാഭാസവും എത്ര വലുതാണ്, ഭീകരമാണ് എന്ന് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. എന്താണ് ഈ മാനസാന്തരപ്പെടുവീൻ എന്ന് പറയുന്നത്? മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള അന്തരമല്ലേ, മാറ്റമല്ലേ? എന്താണ് മനസ്സിൻ്റെ ഉള്ളിലെ മാറ്റം? മനസ്സ് വികസിക്കുന്നു എന്നതല്ലേ? അല്ലാതെ ഒരു മനസ്സ് വേറെ ആരുടെയെങ്കിലും മനസ്സ് നമുക്ക് കടം വാങ്ങിക്കാൻ പറ്റും. നമുക്കുള്ള മനസ്സൊന്ന് വികസിപ്പിച്ചെടുക്കുന്നതിനല്ല, അതിനപ്പുറം വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. സങ്കുചിതമായ ഈ മനസ്സിൻ്റെ അവസ്ഥയെ നാം കഴിഞ്ഞുകൂടുമ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഇടിവ്, ദാരിദ്ര്യം, നാം അനുഭവിക്കുന്ന പട്ടിണി, അങ്കലാപ്പ്, ശൂന്യത എത്രയോ ഭാരമേറിയതാണ്. ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമ്മുടെ ഉള്ളു കാംക്ഷിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ലഭിച്ച താരിപ്പുകളും പരിശീലനങ്ങളും ഉത്ബോധനങ്ങളും മൂലം ഈ അല്പത്തരത്തെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതാണ് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ടെന്ന് നാം ആത്മഹത്യക്ക് തുല്യമായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ ഒരുത്തിന് ഒരു കൊച്ചു സഭയുടെ കൈക്കാരനാന്ന് പറയുമ്പം 4 കാലിലെടുത്ത് ചാട്ടമാണ്. പിന്നെ അവൻ ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ല, ഇങ്ങനെ പഞ്ഞി പറക്കുന്ന പോലെ പറന്ന് കിടക്കുക. ഒരുത്തിനൊരു പാരിഷ് കമ്മിറ്റിയുടെ അംഗമായി കഴിഞ്ഞാൽ അവൻ്റെ ഗും എന്താണ്? ഒരുത്തൻ അവിടെ നിൽക്കുമ്പോൾ മെത്രാൻ അതിലെ കടന്നുപോയി, മെത്രാൻ അവനെ ഒന്ന് നോക്കിയെന്ന് പറയുമ്പോൾ അവൻ അവിടെ നിന്ന് ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് വരത്തപ്പോൾ നമ്മളുള്ള ഒരു വികാര തിരത്തള്ളലാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. സങ്കടമാണ്. സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകൾ അത്ഭുതാവഹമാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു ആത്മാവിൻ്റെ കണ്ണ് തുറക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം എന്നത്. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം എന്ന് പറഞ്ഞാൽ, കാണാത്ത കാര്യങ്ങൾ ഏതാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള സാധ്യതകളാണ് നിങ്ങൾ കാണാത്തത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലുള്ള സാധ്യത നിങ്ങൾ കാണാത്തത്? ആ സാധ്യതകൾക്ക് ഒരു ഇടവും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത വളരെ സങ്കുചിതമായ ഒരു ലോകം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച് അതിനകത്ത് അതിൻ്റെ തോടിനകത്ത് കയറി ഇരിക്കുന്നത് പോലെ നാം ഇരിക്കുകയാണ്. നാം നമ്മെ തന്നെ ആമക്രിസ്ത്യാനികൾ എന്നാണ് വിളിക്കേണ്ടത്. ആമക്രിസ്ത്യാനികൾ അതിനകത്തിരുന്നു കൊണ്ട് ഒരു കഴിവും വികസിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് വസിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. പിന്നെ ആകെപ്പാടുള്ള വിശ്വാസം എന്താണ്? ഈ ദേവദാസന്മാരെന്നും അത്ഭുത രോഗശാന്തി വിദഗ്ധരെന്നും മറുഭാഷ കള്ളന്മാർ അവരുടെ പുറകെ ഓടി നടന്ന് അവരുടെ റെക്കമെൻഡേഷനിൽ അർഹിക്കാത്ത വല്ല ആനുകൂല്യവും ലഭിക്കുമോ? ദൈവത്തിന് മുമ്പിൽ നിന്ന് തെണ്ടാൻ ഇവർ സഹായിക്കുമോ എന്നതിനപ്പുറത്ത് ചിന്തിക്കാൻ നമുക്ക് കഴിയത്തില്ല. സഭയോടുള്ള നമ്മുടെ ബന്ധം തന്നെ സ്നാനം, വിവാഹം, ശവം
ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഇത്രമാത്രം സങ്കുചിതമാണ്, അർത്ഥശൂന്യമാണ്, നാം പതിരുകളാണ്. ഇതാരെയും കൊച്ചാക്കാനല്ല ഞാൻ പറയുന്നത്. നാം ആയിരിക്കുന്ന അവസ്ഥയുടെ ദാരിദ്ര്യം തിരിച്ചറിയണം. നാം ഇങ്ങനെ ആകേണ്ടവരല്ല. നാം രാജകീയ പുരോഹിത വർഗമാകണമെന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. നാം രാജകീയ പുരോഹിത വർഗം. യേശു അങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാരെ പരിഗണിച്ചത് നമുക്കറിയാം. രാജാക്കന്മാരാണ് നാം ദൈവമക്കളാണ്. നാം തെണ്ടേണ്ടവരല്ല. നാം ഈ അല്പത്തരത്തിൻ്റെ അടിമകളാകേണ്ടവരല്ല. ഇതല്ല നമ്മെപ്പറ്റി വിഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ദർശനം, നിങ്ങളുടെ ഉള്ളിലെ പ്രപഞ്ചം വികസിക്കട്ടെ, 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 വളരട്ടെ, വളരട്ടെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാകും. സങ്കുചിതമായ അവസ്ഥയിൽ നിങ്ങൾ വളരെ ആവേശത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ജൽപ്പനങ്ങൾ മുഴുവനും അസംബന്ധമായിരുന്നു, അർത്ഥശൂന്യമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച കാരാഗ്രഹത്തിലാണ് നാളെ വരെ കഴിഞ്ഞുകൂടിയത്. അത് സഖായിക്ക് മനസ്സിലായി, അത് ശമര്യസ്ത്രീക്കാരിക്ക് മനസ്സിലായി. പക്ഷെ അത് ധനികനായ യുവാവിന് മനസ്സിലായില്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. വളരെയധികം 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 ആശയഗാംഭീര്യമുള്ളൊരു വിഷയമാണ്. നമ്മുടെ പ്രാവർത്തിക വ്യാവഹാരിക ജീവിതത്തെ നാം എപ്രകാരം മനസ്സിലാക്കുന്നു, കൈകാര്യം ചെയ്യുന്നു, തളച്ചിട്ടിരിക്കുന്നു. നമ്മുടെ സാധ്യതകളെ ഏതു വിധത്തിൽ നാം തുച്ഛീകരിക്കുന്നു, നിരാകരിക്കുന്നു. നമ്മെ തന്നെ ഏതെല്ലാം വിധത്തിൽ നാം അപമാനിക്കുന്നു, നമ്മോട് നാം ഏതെല്ലാം അനീതി കാണിക്കുന്നു, ദൈവത്തോട് മറുതലിപ്പ് കാണിക്കുന്നു എന്നത് തിരിച്ചറിയുവാനുള്ള കടമ വളരെ അധികമായിട്ടുണ്ട്. അതിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.